അപ്പം നമ്മൾ ഇമോഷൻസ് സപ്രസ് ചെയ്യുമ്പോൾ നമുക്കത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല സമയങ്ങളിലും ഇമോഷൻസ് നമുക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഇത് നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പേഷ്യൻ്റ് ഇവിടെ കൺസൾട്ടേഷൻ വന്നു. അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ എന്ത് ചോദിച്ചാലും ഒത്തിരി ചിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം ഒരു മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുള്ള ഒരാൾ ചിരിക്കുന്ന പോലെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഒന്ന് പൊട്ടി ചിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സിനെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും മനസ്സിന് ബുദ്ധിമുട്ടുണ്ടോ? അതായത് നിങ്ങൾ ആവശ്യത്തിന് അനാവശ്യത്തിന് എന്തിനാണ് ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരൊരൊറ്റ കരച്ചിൽ വരും. അപ്പൊ അവരുടെ ഉള്ളില് ഒത്തിരി സപ്രഷൻസ് ഉണ്ടായതുകൊണ്ടാണ് അവർ ആവശ്യത്തിനും അനാവശ്യത്തിനും വേണ്ടാത്തൊരു സാഹചര്യത്തിൽ അവർക്ക് എന്ത് ഇമോഷൻസാണ് ഇടണ്ടേന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മളുടെ പല ഇമോഷൻസിനെയും വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട പോലെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. നമ്മൾ ആ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിനോട് അതൊന്ന് ഷെയർ ചെയ്യേണ്ടത് അന്നുള്ള ഇത് പറയില്ല, അത് പൈലപ്പ് ചെയ്യരുത്. അന്നുള്ള ഇമോഷൻസ് അന്നന്ന് തന്നെ ഷെയർ ചെയ്ത് കരഞ്ഞും അല്ലെങ്കിൽ ചിരിച്ചും എക്സ്പ്രസ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ആണുങ്ങൾ കരയരുത്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും കരയണം, ചിരിക്കണം. വേണ്ട സാഹചര്യത്തിൽ എല്ലാം നമ്മൾ ചെയ്യണം.